എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേരള +1 പ്രവേശന സമയത്തും അപേക്ഷാ സമയത്തും ആവശ്യമായ സുപ്രധാന രേഖകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇതിലാദ്യത്തേത് യോഗ്യതാ സർട്ടിഫിക്കറ്റാണ്. SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ടി സിയും അതേപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ്. ടി സിയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നീടുള്ളത് ബോണസ് സർട്ടിഫിക്കറ്റും ടൈ ബ്രേക്ക് സംബന്ധമായ സർട്ടിഫിക്കറ്റുമാണ്. ഇവ ഉള്ളവർ നൽകിയ മതി. ഇവയുടെ എല്ലാം ഒറിജിനൽ അഡ്മിഷൻ സമയത്താണ് നൽകേണ്ടുന്നത്. പ്രായപരിധി 15നും 20നും ഇടയ്ക്കായിരിക്കണം. 2025 ജൂൺ 1 വെച്ചാണ് പ്രായം കണക്കാക്കുന്നത്. 6 മാസത്തെ ഇളവ് വേണ്ടുന്നവർ ഹാജരാക്കേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, അപേക്ഷാ സമയത്ത് ഇത് 100 KB താഴെയുള്ള PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതുമുണ്ട്. അടുത്തത് സാമുദായിക സംവരണം സംബന്ധിച്ചതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ഇതിന് വേണ്ടുന്നത്. SSLC സർട്ടിഫിക്കറ്റിൽ ബന്ധപ്പെട്ട കാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. അതേസമയം നമ്മൾ അപേക്ഷയിൽ ഒരു കാസ്റ്റ് രേഖപ്പെടുത്തുകയും SSLC സർട്ടിഫിക്കറ്റിൽ മറ്റൊരു കാസ്റ്റുമാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾ നൽകുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. SC/ST വിഭാഗത്തിലുള്ളവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനും കാസ്റ്റ് സർട്ടിഫിക്കറ്റിനുമൊക്കെ എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ OEC വിഭാഗത്തിൽപ്പെടുന്നവർ ഫീസ് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അടുത്തത് തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റിൽ ആ ഭാഷ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതിയാകും. അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ട സംഘടനാ ഭാരവാഹികൾ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടുന്നത്. കൂടാതെ സ്ഥിരതാമസം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിൻ്റെയും പേരിൽ ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്നവർ SSLC ബുക്കിൽ ആ വിവരങ്ങളുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. അല്ലാത്ത പക്ഷം റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോയും ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ NCCക്ക് 75% ഹാജരുണ്ടെന്ന NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് നിർബന്ധമായും വേണ്ടുന്നത്. പുരസ്കാർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിൻ്റ് അർഹത നേടുന്നതുമായിരിക്കും. അടുത്തത് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ആശ്രിതർക്ക് ബന്ധപ്പെട്ട ജവാൻ്റെ സർവീസ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടുന്നത്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ്റെ ആശ്രിതരാണെന്നുണ്ടെങ്കിൽ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. കൂടാതെ സ്റ്റുഡൻറ്റ്, പോലീസ്, കേഡറ്റുകൾ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഉള്ളവർ, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള EWS എന്നാണ് അതിന് പറയുന്നത്. ഇവർക്ക് 10% സംവരണമാണ് സീറ്റുകളിലേക്ക് ഉള്ളത്. അതാത് വില്ലേജ് ഓഫീസിൽ നിന്നും നേരിട്ടാണ് EW സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടുന്നത്. അപേക്ഷ നൽകി മേടിക്കുകയാണ് വേണ്ടുന്നത്. പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുള്ള മാതൃക അനുസരിച്ച് അപേക്ഷ നൽകി മേടിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ LSS, USS, NDS, സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട NMMSS തുടങ്ങിയവയായിട്ടൊക്കെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർ അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ ഹാജരാക്കേണ്ടതും മാത്രവുമല്ല ഓൺലൈൻ അപേക്ഷാ സമർപ്പണ വേളയിൽ ഇവയുടെയൊക്കെ നമ്പരും ലഭിച്ച ഡേറ്റും നൽകി വേണം അപേക്ഷ നൽകുവാൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. HSCAPൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ ഇൻസ്ട്രക്ഷൻ ടു ആപ്ലിക്കൻസ് എന്ന ലിങ്കുണ്ട്. ആ ലിങ്കിൽ പ്രവേശിച്ച് ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.